ക്രിസ്ത്യൻ വിശ്വാസത്തെ പ്രചരിപ്പിച്ച ഈജിപ്ഷ്യൻ യൂട്യൂബർക്ക് 5 വർഷം തടവു ശിക്ഷ. കെയ്ഡോ ക്രിസ്ത്യൻ വിശ്വാസത്തെ വിശദീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് ഈജിപ്തിലെ ഒരു ക്രിസ്ത്യൻ യൂട്യൂബർക്ക് 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. 1,00,000-ലധികം സബ്സ്ക്രൈബർമാരുള്ള അഗസ്റ്റിനോസ് സമാനെതിരെ ഈജിപ്തിലെ ദൈവദൂഷണ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. സോഷ്യൽ മീഡിയ ദുരുപയോഗം, മതനിന്ദ എന്നീ കുറ്റങ്ങൾ ചുമത്തി. വിധിക്കെതിരെ സമാന അപ്പീൽ നൽകി. ക്രിസ്ത്യൻ ലീഗൽ അഡ്വക്കസി ഗ്രൂപ്പായ എഡിഎഫ് ഇന്റർനാഷണൽ സമാന്റെ അപ്പീലിനെ പിന്തുണയ്ക്കുന്നു. കേസ് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണെന്ന് വാദിക്കുന്നു. 2025 ഒക്ടോബറിലാണ് സമാന ആദ്യമായി അറസ്റ്റിലായത്. അക്കാദമിക് വീഡിയോകൾ എന്നു വിശേഷിപ്പിച്ചിരുന്ന വീഡിയോകൾ പലതും ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇസ്ലാമുമായി താരതമ്യം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായാണ് കേസ്. ഈജിപ്തിലെ ജനസംഖ്യയുടെ 10 കുറയ്ക്കുക 15% ക്രിസ്ത്യാനികളാണെന്നും മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിലും അവർ വിവേചനവും പീഡനങ്ങളും നേരിടുന്നതായി വിവിധ സംഘടനകൾ ആരോപിക്കുന്നു. ക്രിസ്ത്യൻ വിശ്വാസത്തെ വിശദീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് ഈജിപ്തിലെ ഒരു ക്രിസ്ത്യൻ യൂട്യൂബർക്ക് 5 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. 1,00,000-ലധികം സബ്സ്ക്രൈബർമാരുള്ള അഗസ്റ്റിനോസ് സമാനെതിരെ ഈജിപ്തിലെ ദൈവദൂഷണ നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. സോഷ്യൽ മീഡിയ ദുരുപയോഗം, മതനിന്ദ എന്നീ കുറ്റങ്ങൾ ചുമത്തി. വിധിക്കെതിരെ സമാന അപ്പീൽ നൽകി. ക്രിസ്ത്യൻ ലീഗൽ അഡ്വക്കസി ഗ്രൂപ്പായ എഡിഎഫ് ഇന്റർനാഷണൽ സമാന്റെ അപ്പീലിനെ പിന്തുണയ്ക്കുന്നു. കേസ് മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള ഗുരുതരമായ ലംഘനമാണെന്ന് വാദിക്കുന്നു. 2025 ഒക്ടോബറിലാണ് സമാന ആദ്യമായി അറസ്റ്റിലായത്. അക്കാദമിക് വീഡിയോകൾ എന്നു വിശേഷിപ്പിച്ചിരുന്ന വീഡിയോകൾ പലതും ക്രിസ്തുമതത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇസ്ലാമുമായി താരതമ്യം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായാണ് കേസ്. ഈജിപ്തിലെ ജനസംഖ്യയുടെ 10 കുറയ്ക്കുക 15% ക്രിസ്ത്യാനികളാണെന്നും മതസ്വാതന്ത്ര്യത്തിന് ഭരണഘടനാപരമായ സംരക്ഷണം നൽകിയിട്ടുണ്ടെങ്കിലും അവർ വിവേചനവും പീഡനങ്ങളും നേരിടുന്നതായി വിവിധ സംഘടനകൾ ആരോപിക്കുന്നു.